ദൈവത്തിന്റെ മഹത്വം. ചക്കരപ്പറമ്പ് ദേശത്തോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് അറിയിക്കുവാനുള്ള ഒരു സന്ദേശവുമായാണ് ഈ രാവിലെ ഞങ്ങളിവിടെ കടന്നു വന്നത്. പ്രിയ സ്നേഹിതരെ, ഒരല്പകാലം മാത്രം ഉള്ള ഭൂമിയിലെ ചെറിയൊരു ജീവിതത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇതിന് നടുവിൽ നാം ഈ ഭൂമി മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ഒരു ചാൻ വയറിനു വേണ്ടി ഓടുന്ന ഇടയിൽ മരണം നമ്മളെ പിടികൂടുന്നു. നാം ഒന്നുമില്ലാത്തവരായി നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളായി ലോകത്തുനിന്ന് പോകുന്നു. അതിനു മുമ്പ് സൃഷ്ടാവായിരിക്കുന്ന ദൈവം നമ്മളെ എന്തിനാണ് ഈ പ്ലാനറ്റിലേക്ക് അയച്ചത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കടന്നു വന്നത്. പ്രിയ സ്നേഹിതരെ, ഒരു 15-20 മിനിറ്റ് സമയം ഈ സന്ദേശം ശ്രവിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ സന്ദേശം കേൾക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം പോകുന്നേ. നാമത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം പോകുന്നേ. മരിക്കുന്ന ജനമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാ ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ വലയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ വളരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ വലയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല, വഹിച്ചിടാം താഴ്മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിനെ ജയിച്ചിടാൻ വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല, വഹിച്ചിടാൻ താഴ്മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിനെ ജയിച്ചിടാൻ വിളങ്ങിടാം
ദൈവത്തിൻ പുത്രരായി നാമൊട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരസ്തിത്വമാണ് എന്റെയും നിങ്ങളുടേത്. ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. എന്തിനാണ് നാം ജനിച്ചതെന്നോ, എങ്ങനെയാണ് നാം ജനിച്ചതെന്നോ, എന്താണ് നാം ചെയ്യേണ്ടതെന്നോ, എന്തുകൊണ്ടാണ് നാം മരിക്കുന്നതെന്നോ, ഇത്ര തിരക്ക് പിടിച്ച ഓട്ടം ഞാൻ ഓടിയിട്ടു, ഇത്രമാത്രം ആഹാരം ഞാൻ കഴിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ മരിച്ചു പോകുന്നെന്നോ ഒന്നും ചിന്തിക്കാത്ത ഒരു ജനസമൂഹമാണ് നാം. ഇവരുടെ എല്ലാം നടുവിൽ ഒരൽപ്പം പ്രകാശം ലഭിപ്പാൻ, ഈ ജീവിതം എന്താണെന്നും സൃഷ്ടാവ് ഈ ജീവിതത്തെക്കുറിച്ച് നമ്മളിൽ എന്താഗ്രഹിക്കുന്നുവെന്നും സൃഷ്ടാവിന്റെ ഹൃദയത്തിലെ ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതൊരു മതപ്രസംഗമല്ല, ഈ ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസംഗവുമല്ല. പകരം സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള, മാനവജാതിയെക്കുറിച്ചുള്ള പദ്ധതിയാണ്, തന്റെ ഹൃദയത്തിലെ ചിന്തയാണ് നിങ്ങളെ ഒരല്പസമയം കൊണ്ട് അറിയിക്കുന്നത്. വെറുതെ ഈ ജീവിതം ജീവിക്കരുതേ, ഈ ജീവിതം ഫലമുള്ളതാക്കി തീർക്കുക. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ പുസ്തകമല്ല. സൃഷ്ടാവായ ദൈവം തന്റെ മക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും തരുന്ന സ്നേഹലേഖനമാണ്. അതിലിങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. എന്താണ് രാജ്യത്വ സുവിശേഷം? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശാശ്വതമായ ഭാവിയാണ് രാജ്യത്വ സുവിശേഷം. ഏതാനും ദിവസങ്ങൾ മാത്രം ഭൂമിയിൽ ജീവിച്ച് നമുക്ക് വേണ്ടി ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് LKG, UKG, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, +2 ഡിഗ്രി, PG, പല കോഴ്സുകളും പഠിച്ച് നമുക്കൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് ഉണ്ടാക്കിയ ഭാവി എഞ്ചിനീയറായും ഡോക്ടറായും പൈലറ്റായും ക്ലർക്കായും അക്കൗണ്ടന്റായും നഴ്സായും ഡോക്ടറായും ഒക്കെ ഉണ്ടാക്കിയ ഭാവി നിലനിർത്താൻ കഴിയാതെ മരണത്താൽ പിടിക്കപ്പെട്ട് ഈ ഭൂമിയിൽ അസ്തമിച്ചു പോകുന്ന നമുക്ക് യഥാർത്ഥത്തിൽ സൃഷ്ടാവ് ഒരുക്കിയിരിക്കുന്ന അല്പകാല ഭാവിയല്ല, നിത്യമായ ഭാവിയെക്കുറിച്ച് നിങ്ങളെ അറിയിച്ച് കടന്നു പോവുകയാണ്. എന്താണ് സൃഷ്ടാവ് ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഭാവി? ഞാനും നിങ്ങളും ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെപ്പോലെ മരണമില്ലാത്ത സൃഷ്ടാവിന്റെ മക്കളായി, ദൈവത്തിന്റെ മക്കളായി നമ്മൾ ഓരോരുത്തരെയും ദൈവ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല, നമ്മുടെ എറ്റേണൽ പ്രൊഫഷൻ, നമ്മൾ ഈ ഭൂമിയുടെ രാജാക്കന്മാരായി നിത്യം നിലകൊള്ളുവാൻ ഏതാനും ദിവസം മാത്രം ജീവിച്ച് മരിച്ചു പോകുന്ന നമ്മളെ സ്വർഗത്തിലെ ദൈവം ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്.
വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പൊ നമ്മൾ അറിയാത്ത ഒരു ഇൻവിറ്റേഷൻ നമുക്കുണ്ട്. നമ്മൾ അറിയാത്ത ആ ഇൻവിറ്റേഷൻ ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് ആ ഇൻവിറ്റേഷൻ നിങ്ങളെയും അറിയിക്കുകയാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പൊ സ്വർഗത്തിലെ ദൈവം തന്നോടുകൂടെ താമസിപ്പാൻ മക്കളായ നമ്മളെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. ആ ദൈവത്തോടുകൂടെ താമസിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിശേഷം. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത് കോപത്തിനല്ല. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം അതൊരു ഇൻവിറ്റേഷനാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പോ ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ അവകാശികളായി ജീവിക്കാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടും നമ്മൾ അതറിയാതെ ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു ആ സന്ദേശം ഏറ്റെടുത്ത് അവരെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ച് തളർന്ന് മരിച്ചു പോകുന്ന നമ്മളോട് സ്വർഗത്തിലെ ദൈവം തന്നോടുകൂടെ താമസിക്കാൻ നമ്മളെ വിളിക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. ഈ ഇൻവിറ്റേഷന് നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾ പോകാനായിട്ട് ഒരുങ്ങിയാലും മാനവരാശിക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയത്തില്ല. കാരണം അതിന്റെ തടസ്സം പരിശുദ്ധനായ ദൈവത്തിന് പാപത്തോട് യാതൊരു കണക്ഷനുമില്ല. പാപം ചെയ്യുന്നവരെ ദൈവം തന്നിൽ നിന്ന് അകറ്റും. അപ്പോൾ സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി മരിച്ച, പാപത്തിന്റെ ശമ്പളം മരണമാണ്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മാനവജാതിയുടെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. അങ്ങനെ എന്റെയും നിങ്ങളുടെയും കടം യേശുക്രിസ്തു ഏറ്റെടുത്തു. പാപനിമിത്തം നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് ദൈവപുത്രനായ ക്രിസ്തുവിനെ പിതാവ് അയച്ചിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഉള്ള ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ആ ക്രിസ്തു ദൈവം അയച്ചിട്ട് കടന്നു വന്ന ദൈവത്തിന്റെ പുത്രനാണെന്നും കാൽവരി ക്രൂശിൽ യാഗമായത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള നാളുകളിൽ ആ യേശുവിനെ തലയാക്കി യേശുവെ അനുസരിപ്പാൻ, പ്രിയമകനെ അനുഗമിപ്പാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ സ്വർഗസ്ഥ പിതാവോടുകൂടി ഈ ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിൽ എത്തിച്ചേരാമെന്ന് നിങ്ങളെ എവരെയോ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ സുവിശേഷത്തിന്റെ രണ്ട് ഭാഗങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ സുവിശേഷം ഒരു മതപ്രസംഗമായിരുന്നില്ല. നിങ്ങൾ കേട്ടല്ലോ. ഈ പറഞ്ഞ സുവിശേഷം ഈ ഭൂമിയിലെ നിങ്ങൾ രാഷ്ട്രീയ പ്രസംഗമായിരുന്നില്ല. നിങ്ങൾ കേട്ടല്ലോ. പകരം ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും നമ്മെപ്പോലെ മരണവുമില്ലാത്ത ദൈവം, സൃഷ്ടാവായ ദൈവം തന്നോടുകൂടെ ജീവിപ്പാൻ നമ്മളെ ക്ഷണിക്കുന്നു. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി നമ്മളെ വിളിച്ചിരിക്കുക. അതാണ് സുവിശേഷത്തിന്റെ ഒന്നാം പാട്ട് നിങ്ങളെ അറിയിച്ചു. ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ദൈവം രാജാവായി, ദൈവം കുടുംബനാഥനായി ആ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ ഇൻവിറ്റേഷൻ നമ്മൾ എത്തിച്ചേർന്നാൽ തുടർന്ന് ഭൂമിയുടെ ഭരണാധികാരികൾ ദൈവത്തിന് വേണ്ടി നാം ആയിരിക്കും ചെയ്യുന്നത്. ഇനി സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗവും നിങ്ങൾ കേട്ടു. എന്നാൽ ഇതിലേക്ക് എത്തിച്ചേരുവാൻ പാപികളായ നമുക്ക് കഴിയുകയില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ യേശു ക്രിസ്തു മരിച്ചു. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും ആ യേശു ക്രിസ്തു ദൈവം അയച്ചിട്ട് വന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്നും മരിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയാണെന്നും അങ്ങനെ നമ്മളെ പാപത്തെ സ്വതന്ത്രമാക്കി ആ സ്വർഗീയ ഇൻവിറ്റേഷന് നമ്മളെ കഴിവുള്ളവരാക്കി തീർക്കുവാനാണ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചതെന്ന് നാം വിശ്വസിക്കുക. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രിയമകനെ, ആദ്യം തന്നെ ഒന്നാമത്തെ പാട്ട്, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഓരോരുത്തരും പരീക്ഷിക്കുക. ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ആ ആഗ്രഹം ദൈവത്തോട് പറയുക. അതിന്റെ പേരാണ് മാനസാന്തരം.
എനിക്കിനി മരണമുള്ള മനുഷ്യരോട് കൂടെയല്ല, മരണമില്ലാത്ത ദൈവത്തോടു കൂടെ ജീവിപ്പാൻ എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇതിന്റെ രണ്ടാമത്തെ പാട്ട്, അതിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂസിൽ തുറന്ന് ജീവനുള്ള പുതുവഴിയായി യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പുതിയ സൃഷ്ടിയിലേക്ക് പ്രവേശിപ്പാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവേ, ഞാൻ ഈ പറയുന്ന നിമിഷം തന്നെ ഹൃദയം കൊണ്ട് മുൻ പറഞ്ഞാട്ടെ, യേശുവേ, അങ്ങ് കാൽവരി ക്രൂസിൽ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നും എന്നെ പുതിയതായി സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നും ദൈവപിതാവോടുകൂടി ഒരുമിച്ച് ജീവിപ്പാൻ എന്നെ അങ്ങ് ഒരുക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ അങ്ങാണ് എന്റെ കർത്താവ്, അങ്ങേ അനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം എന്നൊരു തീരുമാനം പ്രിയ മകനെ മകളെ നീ എടുക്കുന്നുവെങ്കിൽ അതായിരിക്കും നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനം. തുടർന്ന് യേശുവെ അനുഗമിച്ചും അനുസരിച്ചും ജീവിപ്പാൻ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചാട്ടെ. അതുവഴി നിങ്ങൾക്ക് ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാം. ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അടുത്ത ദേശത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ പറഞ്ഞ സന്ദേശം നിങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. എങ്കിലും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളെ അടുക്കൽ എത്തിച്ചിട്ടുള്ള 2 നോട്ടീസുണ്ട്. അതിൽ ആദ്യത്തെ നോട്ടീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സന്ദേശം എഴുതിയിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വായിച്ച് വീണ്ടും അതിൽ ഉറപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ നോട്ടീസ് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് എറണാകുളം പൂക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 23 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രം. അവിടെ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വചന ധ്യാനമുണ്ട്. ആ വചന ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ദൈവരായത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ കടന്നു വന്നാട്ടെ. ഞങ്ങളുടെ ടെലിഫോൺ നമ്പറുകൾ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ധ്യാനത്തിന് എല്ലാവരും കടന്നു വരുവാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്നലെ പ്രഭാതത്തിനായി നന്ദി. അങ്ങൊരുക്കിയ ഈ പ്രഭാതത്തിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഈ നാഷണൽ ഹൈവേയിൽ അങ്ങയുടെ സന്ദേശം ഉയർത്തുവാൻ അങ്ങ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം ഇവിടെയുള്ള എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി അവരുടെ എല്ലാ ആത്മീയവും മാനസികവും ശാരീരികവുമായ അവസ്ഥകളുടെ മേൽ അങ്ങയുടെ കരം കടന്നു വരുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവിടെ നിത്യം ഒരു അനുഗ്രഹമായിട്ട് നന്ദി, നമസ്കാരം.